എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിക്കൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. സ്വന്തം മനസ്സാക്ഷിയോട് പ്രസംഗിക്കണം. സ്വന്തം മനസ്സാക്ഷിയോട് പറയണം, അയം നിജപരോവേദി ഗണനാ ലഘുചേതസാം ഉദാരചിത്താനാം തു വസുധൈവ കുടുംബകം എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് പറയണം. അവനെന്നും ഇവനെന്നും വേർതിരിച്ചു കാണുന്നത് സത്യത്തിൽ വളരെ സങ്കുചിതമായ മനസ്സിന്റെ ഉടമകളുടെ പണിയാണ്. അതേസമയം ഉദാരചിത്താനാം തു വസുധൈവ കുടുംബകം, ഇന്ത്യ ലോകത്തോട് ഉദ്ഘോഷിച്ച ഈ പ്രമാണവാക്യം ഇന്ത്യയുടെ പുറത്തു പോയി തനിക്ക് പ്രസംഗിക്കാനും എഴുതാനുമുള്ളതാണെന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പ്രസംഗിക്കണം. വസുധൈവ കുടുംബകം, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കൂട്ടി ഒരുമിച്ച് ഒരേ ഒരു തറവാട് എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹരമായ പൂങ്കാവനം നിലനിൽക്കണമെങ്കിൽ ഇവിടെ മസ്ജിദും, ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങളും, ഇവിടെ ചർച്ചുകളും സിനഗോഗുകളും ക്ഷേത്രങ്ങളും എല്ലാം നിലനിൽക്കുന്ന വിധം ഇതൊരു പൂവാടിയായി നിലനിൽക്കണം. അത് നിലനിൽക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജനാധിപത്യ ബോധമാണ് ഇന്ത്യയുടെ ഭരണാധികാരിക്കുണ്ടാവേണ്ടത്. അദ്ദേഹം തന്നെ മത്സരിക്കാൻ പോകുന്ന വാരാണസി എന്ന് പറയുന്ന ആ മണ്ഡലത്തിലാണ്, അവിടെയാണ് ക്ഷേത്രവും മസ്ജിദും ഒരുമിച്ച് നിൽക്കുന്നത്. വേണമെങ്കിൽ അതൊരു മനോഹരമായ കാഴ്ചയായി കാണാൻ കഴിയണം. മറിച്ച് അവിടെ ആ മസ്ജിദ് തകർത്തു കളയുകയും വീണ്ടും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അധർമ്മമല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ അധർമ്മം ഇന്ത്യ പരിചയിച്ചതല്ല. രാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു വർത്തമാനം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതാണ് രാമായണം പഠിപ്പിച്ചു വന്നത്. ധർമ്മമാണ് പ്രധാനം. ധർമ്മോ ഹി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം എന്നാണ്. നീതിയാണ് പ്രധാനം. ധർമ്മോ ഹി പരമോ ലോകേ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് ധർമ്മമാണ്. തന്റെ അനുജനെ ഇരുത്തിയിട്ട് പറയാൻ, ധർമ്മേ സത്യം പ്രതിഷ്ഠിതം, ആ ധർമ്മത്തിൽ സത്യം പ്രതിഷ്ഠിക്കപ്പെടണം. സത്യമില്ലാതെ പോകുന്നതൊന്നും യഥാർത്ഥത്തിൽ മതമോ അത് ധാർമ്മികതയോ അത് ഭക്തിയോ അല്ല എന്ന് വിളിച്ചു പറഞ്ഞ നാടാണ് ഇന്ത്യ. ഇവിടെ ദൈവത്തെ കാണിച്ചു തന്നത് പോലും അങ്ങനെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി, ഹേ അർജുന, ഈശ്വരൻ ഇരിക്കുന്നത് ഇവിടെയാണ്, എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയദേശത്താണ് എന്ന് പറഞ്ഞുകൊടുത്തു നിന്നാണ് ഇപ്പോ പരസ്പരം തമ്മിലടിച്ച് കൊലപാതകങ്ങൾ നടത്തി കബന്ധങ്ങൾ കുമിഞ്ഞുകൂട്ടി ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രമെന്നും മതമെന്നും പറയുന്നതെങ്കിൽ അതല്ല ഇന്ത്യയുടെ മതമെന്ന് പറയാൻ ദിലീപ് സാറിനെ പോലെയുള്ള ഹിന്ദു സഹോദരന്മാർ, ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാർ, ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് ഇതേതു വലിയ ഏകാധിപതിയുടെയും സ്വപ്ന കൊട്ടാരങ്ങൾ തകർന്നു പോകുന്ന കാലം വരിക തന്നെ ചെയ്യും എന്നത് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാൻ. ഇതോടെ അവസാനിച്ചു പോകുമെന്നല്ല, ഈ ഇരുട്ടുമാറുന്ന പ്രകാശം നമുക്ക് കാണാൻ സാധ്യമാവുക തന്നെ ചെയ്യും. 200ഓളം കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരനെ നാടുകടത്തിയെങ്കിൽ ഈ ഏകാധിപത്യത്തെയും അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്ന കാലം വിദൂരമല്ല എന്ന ബോധ്യത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.